മാതംഗലീല പ്രകാരം ഒരു ഉത്തമ ഗജത്തിന് ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടാകണം. ആദ്യം ഉയർന്നും ഇരട്ട കുമ്പളമായും കാണുന്ന മസ്തകം, അതിനെ രാജലക്ഷണമെന്നാണ് കണക്കാക്കുന്നത്. കണ്ണുകൾ തേൻ നിറത്തിൽ ശാന്തമായ ദൃഷ്ടിയോടെ ആയിരിക്കണം. തുമ്പിക്കൈ നീളമുള്ളതും വൃത്തിയുള്ള വളവോടെയും അറ്റം നിലം സ്പർശിക്കുന്നതുമായിരിക്കണം. ചെവികൾ വലുതും സമവുമായിരിക്കണം. കൊമ്പുകൾ ഒരേ അളവിലും ഒരേ വളവിലും മേലോട്ട് ഭംഗിയായി വളരുന്നവയുമാകണം. കഴുത്ത് ചെറുതും ഉറച്ചതും, നെഞ്ച് വിശാലവും, പുറംഭാഗം വില്ലുപോലെ ചെറുതായി വളഞ്ഞതുമാകണം. കാലുകൾ തൂണുപോലെ ഉറച്ചതും നഖങ്ങൾ വട്ടത്തിലും തിളക്കത്തോടെയുമായിരിക്കണം. മുൻകാലുകളിൽ 5 പിൻകാലുകളിൽ 4 വീതം ആകെ 18 വെളുത്ത നഖങ്ങളുണ്ടായിരിക്കണം. മാതംഗലീലയിൽ ഏറ്റവും പ്രധാനമായി പറയുന്നൊരു കാര്യമുണ്ട്: ആനയുടെ നടപ്പ്. അവന്റെ നടപ്പ് സിംഹത്തെപ്പോലെ ഗംഭീരവും ശാന്തവുമായിരിക്കണം. ആ താളമുള്ള നടപ്പിനെയാണ് ഗജഗതി എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ശരീരലക്ഷണങ്ങൾ മാത്രം മതിയല്ലെന്ന് മാതംഗലീല പറയുന്നു. അനുസരണ, ഓർമ്മശക്തി, പാപ്പാനോടുള്ള അടുപ്പം, ശാന്തമായ സ്വഭാവം ഇവയും ഒരു ഉത്തമ ആനയുടെ അടയാളങ്ങളാണ്. കാരണം ആനയുടെ ശക്തി അതിന്റെ ശരീരത്തിൽ മാത്രമല്ല, അതിന്റെ സ്വഭാവത്തിലും ഗംഭീരതയിലുമാണ്. ഈ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ആനകളുടെ പേര് കമന്റ് ചെയ്യൂ. ആനകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പേജ് ഫോളോ ചെയ്യൂ.